സാമാനെ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റ് ആണ്. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാം, ഇത് എത്രയും പെട്ടെന്ന് കഴിക്കാം. ശരിയായ DG, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? ഓരോ മെഷീനും അതിൻ്റേതായിട്ടുള്ള ആയുസ്സുണ്ട്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾക്ക് രോഗം ബാധിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് പോലെയാണ് മെഷീനുകളും. ഞാനെൻ്റെ പരമാവധി ശ്രമിച്ചു. സാമ, ഞാൻ ഈ ഡയലോഗ് ഒരുപാട് സിനിമ കേട്ടില്ല. നീ കാര്യം പറ. DG, താങ്കളുടെ ടൈപ്പ് റൈറ്റർ എന്നേക്കുമായി മരിച്ചിരിക്കുന്നു. ഐ എം സോറി. സാംസൺ. യെസ്. ബ്രെഡ് ഓംലെറ്റ്. എന്റെ ടിപ്പോനെ പോയല്ലോടാ. പോയല്ലോ. ടൈപ്പ് റൈറ്റർ തീർന്ന നീ ഇങ്ങനെ കരയല്ലേ? നീ എവിടെ ഇരുന്നേ? നീ ഇങ്ങനെ കരയല്ലേ? നമ്മളതിപ്പോ പുറത്തോണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ശരിയാക്കാൻ പറ്റും. ഇല്ലടാ, അതെപ്പോഴും ഇവര് മാത്രമേ ശരിയാക്കാൻ പറ്റാറുള്ളൂ. ഇപ്പൊ ഇവരും പറ്റുന്നില്ല. ഉറപ്പാണ്. പോയടാ. അയ്യോ വീട് ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? DIG ആടാ, കരയല്ലേ ഇങ്ങനെ? എന്റെ ഇപ്പോ ഇത് കാണാൻ വയ്യ. അതവിടെ മാറ്റി വെച്ചേക്ക്. നമ്മുടെ സ്റ്റാഫ് അതിനകത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാനവിടെ ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചില്ല നിങ്ങളിന്ന് വരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങും. നമുക്ക് സെറ്റിൽ ചെയ്യാമെന്ന്. ഓൾ റൈറ്റ്, ശരി, ഓക്കെ. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്താ വൈകി? ഞാനേ ഇറങ്ങാൻ നിന്നതാ. അപ്പൊ MD ഒരു കാര്യം പറഞ്ഞേ. സാറ് പറഞ്ഞതായോണ്ട് പിന്നെ നോ പറയാൻ പറ്റിയില്ല. എന്നിട്ട് വർക്കൊക്കെ തീർന്നോ അതോ നേരത്തെ പോന്നോ? വർക്ക് എന്റെ കൂടെ ഉണ്ട്. വൈകുന്നേരം വരെ ഉണ്ടാവും. എന്ത് സർപ്രൈസ്! അവിടെ പോയിരിക്കണം. ഇതൊരുമാതിരി സൂപ്പർ സർപ്രൈസ് ആയിപ്പോയി. ഇറങ്ങാൻ നിന്നതായിരുന്നു. അപ്പോഴാ സാർ ഇവനെയും കൂട്ടി വരണ്ടെന്ന് പറഞ്ഞ. ഇവൻ എന്നെ കണ്ടത് എന്റെ കൂടെ ഇങ്ങ് പോകുന്നു. ഇവൻ എന്നെ അത്രക്ക് ഇഷ്ട. വേണ്ടിയിരുന്നില്ല. പുള്ളിക്കാരനെ ചിലപ്പോ ഇഷ്ടമായി കാണില്ല. ഏയ്, പുള്ളിക്കാരന് ഇഷ്ടാ. ഇവനുണ്ടല്ലോ ഓഫീസിൽ ഒരൊറ്റ ആളുടെ കൂടെ പോവില്ല. എന്റെ കൂടെ മാത്രമേ വരുള്ളൂ. എന്നെ അത്രക്ക് ഇഷ്ടവന്. സാറിനൊക്കെ അറിയാലോ. എന്താ പറഞ്ഞ? അല്ല, ഒന്നുമില്ല. എനിക്ക് പിള്ളേരെ മാനേജ് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിലേക്ക് ഒരു ലേഡി വന്നായിരുന്നു. ഒരു കൊച്ചുചെറുക്കൻ ഉണ്ടായിരുന്നു കൂടെ. അവനാണെങ്കിൽ ഒരു അനുസരണയുമില്ല. അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം. അവസാനം എൻ്റെ ഒരുപാട് പോട്ട് പൊട്ടിച്ചു. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, അല്ല എന്തിനാണ് ഈ അനുസരണ ഇല്ലാത്ത പിള്ളേരും കൂടി പാരന്റ്സ് പുറത്തേക്ക് ഇറങ്ങണേ അല്ലേ? എന്നും പറഞ്ഞു ഈ പിള്ളേരെ വീടിനകത്ത് പൂട്ടിയിടാൻ പറ്റുമോ? കുട്ടികളായ കുറച്ച് കുസൃതിയൊക്കെ വേണ്ടേ? താനിത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാൻ ഇവനെ മാനേജ് ചെയ്തോളാം. അല്ലടാ. അതെ, നമുക്കൊന്ന് 2nd ഫ്ലോർ വരെ പോവാം. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എടാ, അവനെ ബംഗാളി ലോഡ്ജിൽ നിങ്ങൾ വന്ന സമയത്ത് ആകെ കയ്യിൽ കൊണ്ടുവന്ന സ്വത്ത് ഇത് മാത്രമായിരുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അവൻ ഇത് മാത്രം പറ്റില്ല. അല്ലെങ്കിൽ ആരെ പേടിക്കാൻ പാട്ടാ. പോടാ. എടാ സാമ, നിന്റെ പ്രശ്നം എന്താ അറിയും? നിനക്ക് മനുഷ്യന്മാരുടെ സെന്റിമെന്റ്സിനെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. അവൻ എന്ത് പൊന്നുപോലെ കൊണ്ടിടുന്ന സാധനം അറിയുമോ? എന്താ അതിന്? എടാ, നീ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ മനുഷ്യന്മാരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി തന്നെ. എടാ, മനുഷ്യന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള സാധനങ്ങളോടും ഇതുപോലെ ജീവനില്ലാത്ത സാധനങ്ങളോടും കുറെ ആത്മബന്ധം ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെ സങ്കടമൊക്കെ ഉണ്ടാവും. അതുമല്ല, ഇത് പോയി കഴിയുമ്പോ
അതുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇല്ല, അതുകൊണ്ട് അവന് താങ്ങാൻ പറ്റുന്നില്ല. അതുമായിട്ട് എന്താ ബന്ധം? എടാ അതൊക്കെ ബന്ധമുണ്ട്. എടാ നീ അഭിനയിച്ച ഷോർട്ട് ഫിലിം ഇല്ലേ, അത് ഇതിന്റെ അകത്താണ് ടൈപ്പ് ചെയ്തത്, അറിയോ നിനക്ക്? അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവന്റെ മനസ്സിൽ വന്ന സാധനങ്ങൾ അപ്പൊ ഇതിനകത്ത് എഴുതാൻ പറ്റിയതും നീ അതിൽ അഭിനയിച്ചതും അത് കണ്ട് നിന്റെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്. മനസ്സിലായി? അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ്. ചന്ദന തിരിഞ്ഞ് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിലാഷേ, ടിപ്പു ഇവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് ഇവർ വർത്താനം പറഞ്ഞത്. ഇവരെ കൊല്ലോടാ. എടാ നീ കരഞ്ഞോ? ഇത് ഞാൻ നോക്കിക്കോളാം. എടാ സാമ നിന്നോട് നിനക്കൊക്കെ മുഴുത്ത പ്രാന്താണ്. എടാ ഇതൊക്കെ നട്ടും ബോൾട്ടും അങ്ങനെ പറഞ്ഞറിയാത്ത കുറച്ച് പാഴ്സ് കൊണ്ട് ഉണ്ടാക്കി എടുത്തൊരു സിസ്റ്റം മാത്രമാണ്. അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് കേടായാലും തീർന്ന്. അത്രേ ഉള്ളൂ എൻ്റെ ആയുസ്. അല്ലാണ്ട് ഒരു ജീവനൊന്നുമില്ല. പറഞ്ഞാലും മനസ്സിലാവാത്ത രണ്ടെണ്ണം. എടാ നിന്നെ പോലുള്ള തെണ്ടികൾ കാരണമാണ് ഈ നാട്ടിൽ ഇത്രയധികം ഇലക്ട്രോണിക് വെസ്റ്റ് ഉണ്ടാകുന്നത്. ഈ സൈക്ലിംഗ് എന്ന് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. എന്തായാലും കാര്യങ്ങൾ ഇത്ര സ്ഥിതിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും. പുറത്തൊരു വലിയ ഫ്ലെക്സ് അടിച്ച് വെച്ച് ഒരു പന്തലൊക്കെ ഇട്ട് 10 ആളിനെ വിളിച്ച് ഷോടൊക്കെ എടുത്ത് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. തുരുമ്പിനോട് വരെ സെന്റിമെന്റ്സ്. അവനെല്ലാം വിഷമമുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മി വിളിച്ചായിരുന്നേ. മമ്മിക്ക് ലക്കിയെ കണ്ടാ കൊള്ളാന്നുണ്ട്. ഞാൻ പറഞ്ഞു ലക്കി ഓഫീസിൽ ഭയങ്കര ബിസി ആയിരിക്കും, അവക്ക് എന്നെ കാണാൻ പോലും സമയമില്ല. എന്നാലും മമ്മി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ദിവസം പോയി കാണണ്ടേ? ഞാൻ കൊറേ നേരമായി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടു. അമ്മേനെ കാണാൻ പോകുന്ന കാര്യല്ലേ? ആരുടെ അമ്മേ? എന്റെ അമ്മേനെ. ബെസ്റ്റ്. എടോ എന്റെ അമ്മയല്ല, എന്റെ അമ്മയെ കാണാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. നമുക്ക് പോവാം. എന്നാ പോണേ? അതാ ഞാൻ ചോദിക്കുന്നത്. നീരും അധിക ദൂരം പോവല്ലേ? എടോ താൻ എന്തിനാണ് എന്നെ കാണാന്ന് പറഞ്ഞത്? സംസാരിക്കാൻ. താൻ എന്താ എന്നോട് ഇത്ര നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? സംസാരിക്കാലോ. വാ ചേച്ചി, ഐസ്ക്രീം പ്രൊപ്പോസ് ചെയ്തല്ലേ, വന്നേ. എനിക്ക് വരാം. ഇതിനങ്ങ് കൊന്നാലോ? ഇനി സംസാരിക്കാലോ. എന്താ പറ, നമ്മൾ എപ്പോഴാണ് മമ്മിയെ കാണാൻ പോകുന്നത്? ചേട്ടാ, എന്താ ഡൗട്ടാ? ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതെ, ഈ ഐസ്ക്രീമിലെ ക്രീം നിറച്ചതാരാ? തൊപ്പി വെച്ച് ചേട്ടനെ കണ്ട ആ ചേട്ടനാണ് നിറച്ചത്. ഓഹോ, ഈ തേങ്ങയിൽ വെള്ളം നിറക്കണ ആരാ? മോൻ ഈ തേങ്ങയിൽ വെള്ളം നിറക്കുന്നതല്ല, ഈ തേങ്ങ ഉണ്ടാവുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഉണ്ടാവുന്നതാണ്. അല്ല, ഗോഡ് ഫിൽ ചെയ്യുന്നതാണ്. ആണോ? ഈ മുട്ടയിൽ ആരാ ഫില്ല് ചെയ്യണേ? ഗോഡ് അല്ല, ഈ ചേട്ടൻ ഒന്നും അറിയില്ല. കോഴിയാണ് ഫില്ല് ചെയ്യുന്നേ. ചോദ്യം. ചേട്ടാ, എന്റെ അടുത്ത ഡൗട്ട് ഇതാണ്. ഈ വണ്ടാരം വലിയ കോഴിയാണോ അതോ ചെറിയ കോഴിയാണോ ആദ്യം ഉണ്ടായത്? നീ ന്യൂജനല്ലേ, അപ്പൊ മുട്ടയ്ക്ക് വിട്ടാ? ആ, തനിക്കൊന്നും പറയാനല്ലേ? എടാ എന്താണ് ഇത്? നിർത്തടാ, എത്ര നേരമായി? മറക്കാൻ പറ്റുന്നില്ലടാ. ഇന്ന് രാവിലെ കൂടെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നില്ലേ? ഇനി എനിക്ക് കാര്യണ്ടാ. എന്ത് ചെയ്യാനാണ്, ആളുകളുടെ കാര്യം ഇത്രേ ഉള്ളൂ. എടാ ഈ കരച്ചില നിർത്ത്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്ക്. എനിക്കത് വേണ്ട. അങ്ങനെ പറയല്ലേ? അത് നിനക്ക് ഇഷ്ടപ്പെട്ട കപ്പയും മീൻകറിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, കഴിക്കും. ഇവിടെ സത്യം പറയുമ്പൊന്നും കഴിക്കാൻ തോന്നില്ലെങ്കിൽ നീ കരച്ചിലും നിർത്ത്. എടാ അഭി, നീ അവനെ സമാധാനിപ്പിക്കാതിരിക്കണം അതോ കരയിക്കാതിരിക്കണം? അവൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനപ്പെട്ട് വരുമ്പോഴത്തേക്ക് നീ എന്തെങ്കിലും പറഞ്ഞ് ഇനിയിട്ട് കരയിക്കും. അതിന് ഞാനിപ്പോ എന്താ പറഞ്ഞത്? ആ മീനും എന്തിപ്പോ എഴുന്നേറ്റുള്ളൂ? അത് DIG കരയുന്നതാ. അല്ല, അത് വേറൊന്നുമില്ല, നമ്മുടെ ടിപ്പു ഇല്ലേ, ടൈപ്പ് റൈറ്റർ. അതിന്ന് രാവിലെ തൊട്ട് എന്നേക്കായിട്ട് ആത്മാവ് ഇടിഞ്ഞു. സംസാരിക്കും, ഇപ്പൊ സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. എന്താ റിട്ടേൺ ടിക്കറ്റിന്റെ കാര്യം? അതാ ഞാൻ പറയുന്നേ, ഒന്ന് കേക്ക്. എന്തായി? ഇവിടെ എനിക്ക് മുംബൈയിൽ നല്ലൊരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, നല്ല ഓഫറാ. സോ അവി അതൊന്നും ശരിയാവില്ല, നിങ്ങൾ തിരിച്ചു വാ. അവി ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര കാലം ഈ കൊച്ചി പോലുള്ള ചെറിയ സിറ്റിയിൽ ഇങ്ങനെ കിടക്കും? മുംബൈ ഇസ് ടു ബിഗ്. അവിക്കും കുറച്ചുകൂടെ നല്ല എക്സ്പോഷർ കിട്ടും. നീ ഇപ്പൊ എന്താ മീൻ ഇങ്ങനെ പറയുന്നത്? ഇത്ര നാളെ നിനക്ക് ഇവിടെ മതിയായിരുന്നല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിന്റെ കോളേജിലെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലേ അവിടെ? പകലും രാത്രിയും പുറകെയാണെന്ന് ഉപദേശിക്കുന്നുണ്ടാവായിരിക്കും. അവരങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല, ഒരു സജഷൻ പറഞ്ഞേ ഉള്ളൂ. അതിനാണോ നീ ഇങ്ങനെ നടന്നത്? മനസ്സിലായി. എടി, എനിക്ക് നിന്നെ പോലെ അവസരത്തിനൊന്നും അഭിപ്രായം ഒന്നും മാറാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് ഇവിടെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ടോക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം.
അവിനാശ് എന്തായാലും ശരിക്കും ഒന്ന് ആലോചിക്കും. അവിനാശോ? അതെ മീനു. ഹലോ ഹലോ, മീനു എന്ത് പറഞ്ഞടാ? ശവോടക്കിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എടോ, തനിക്ക് എന്നോട് മര്യാദക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു താൻ ആദ്യം തന്നെ എന്നോട് പറയണായിരുന്നു. എന്ത് പറയണായിരുന്നു? താൻ എന്നോട് പറയണായിരുന്നു തൻ്റെ കൂടെ ഒരാളുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ ഷോപ്പിൽ നിന്ന് പുതിയ അറൈവൽസ് വരുന്നുണ്ട്. തനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സമയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത്, അതറിയോ? ഒരു കുട്ടി എൻ്റെ കൂടെ വന്നതാണോ അറിഞ്ഞു ഇപ്പൊ പ്രശ്നമായത്? എടോ, പ്രശ്നം കുട്ടിയൊന്നുമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി. തനിക്കൊരു വാക്ക് പറഞ്ഞ് ഒഴിവാക്കായിരുന്നു. ഞാൻ എങ്ങനെ ഒഴിവാക്കും? MD എന്നോട് പറഞ്ഞ ഞാൻ എങ്ങനെയാ നോ പറയാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താൻ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലീവ് എടുത്ത് കറങ്ങാൻ എന്തോരം നുണ പറഞ്ഞിട്ടുണ്ട് തൻ്റെ MDയോട്. അതുപോലെ പറഞ്ഞ് ഒഴിവാക്കണം. അത് വേറെ ഇത് വേറെ. അത് മനസ്സിലായി. അത് വേറെ ഇത് വേറെയാണ്. തൻ്റെ ലൈഫിൽ ആർക്കൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും അവരവരുടേതായ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പറഞ്ഞുള്ളതുകൂടെ കളയണ്ടായിരുന്നോ? അപ്പം ഞാനായിപ്പോൾ കുറ്റക്കാരൻ അല്ലേ? ഞാൻ ചെയ്ത തെറ്റെന്താന്നും കൂടെ ഒന്ന് പറയൂ. ഒരാൾ നമ്മളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കണ്ടേ? എടോ, ചെയ്തു കൊടുത്തോ? അതുപോലെ തന്നെ താൻ എന്നോട് വാക്ക് പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ഇന്നത്തെ ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാന്ന്. അതിന് ഞാൻ എൻ്റെ വാക്ക് മാറ്റിയോ? ഞാനില്ലാണ്ട് ഇവൻ വേറെ ആരുടെയും കൂടെ പോവില്ലായിരുന്നോ? അദ്ദേഹത്തിന് എന്നോട് അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാ ഇവൻ എൻ്റെ കൂടെ പറഞ്ഞു വെച്ചേ. എടോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടാണോ നിങ്ങളുടെ MD കൊച്ചിനെ വളർത്തുന്നത്? അല്ലല്ലോ. അല്ല. അല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? താനില്ലെങ്കിൽ അവർ വേറെ ആളെ നോക്കിപ്പോകും. കാരണം അവർക്ക് അവരുടെ കാര്യമാണ് പ്രധാനം. അത്രേ ഉള്ളൂ. ചേട്ടാ, ഞാൻ കാരണമാണോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ വഴക്കിടുന്നേ? അല്ല, ചേട്ടനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ കാരണമാണെങ്കിൽ ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നോ, ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ഈ കഥയെല്ലാം തുറന്നിട്ടിട്ട് ഇവന്മാരെല്ലാം കൂടെ എവിടെ പോയി? പട്ടി മഴക്കാലത്ത് വല്ല പട്ടിയും കയറിയിരുന്ന അറിയത്തുമില്ല. ഇത് എവിടുന്ന ഈ ഒച്ച കേൾക്കുന്നേ? ഒച്ച മാത്രം കേൾക്കാം. എവിടെ ഈ സാധനം? അയ്യോ, മോനെ എന്ത് പറ്റിയടാ? ട്രിപ്പ് പോയി എപ്പം? ഇന്ന് രാവിലെ. ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്നായിരുന്നു. എന്ത് പറ്റിയതാടാ? ഒരു പിടിയില്ല ചേച്ചി. വലിയ കഷ്ടമായി പോയല്ലോ. മോനോട് ഇതാരാ ഇപ്പൊ പറഞ്ഞേ? വേറെ ആര്? നമ്മുടെ സാം. കഷ്ടമായി പോയി. എന്റെ എല്ലാ കഷ്ടകാലത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ചേച്ചി. പെട്ടെന്ന് രാവിലെ ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാ മോനെ, ചിലരുടെ പോക്ക് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും എന്തുകൂടെ പെട്ടെന്ന് ഇങ്ങനെ? എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോ നമ്മുടെ സാം നോക്കി ശരിയാവുന്നായിരുന്നു. ഇതിപ്പോ അയ്യോ. നമ്മുടെ സാമാൻ ഇതൊക്കെ അറിയാവോ? പിന്നെ സാമല്ലേ ഇത്രയും കാലം എന്റെ ടിപ്പൂനെ നോക്കിക്കൊണ്ടിരുന്നത്. ആണോടാ? എന്തോ ചെയ്യാനാടാ, ഓരോരുത്തരുടെ ഓരോ അവസ്ഥ. ചെറുപ്പത്തിൽ തന്നെ ഓരോന്ന് വന്നിങ്ങി പോവാൻ. അല്ല, ഞാൻ പൊതുവെ ഓരോരോ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതാ. സാമൂനോ അവിനാശമൊക്കെ എന്തിയടാ? അവര് പുറത്തെവിടെയോ പോയി. ആണോ? എന്നാ അവര് വന്നിട്ട് ഞാൻ എന്തേലും ഉണ്ടാക്കാം. മോന്നാ കുറച്ചേരം കൂടെ കിടന്നു. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ കുഞ്ഞെ. എനിക്ക് ഇങ്ങനെ സങ്കടപ്പെടാൻ അറിയൂ. കുറച്ചേരം കൂടെ കിടന്നു കഴിഞ്ഞാൽ വിഷമം മാറും. പോട്ടെ. ചില ദിവസം ഞാൻ നെട്ടി എണീക്കും. നോക്കുമ്പോ പപ്പയും മമ്മിയോട് ഭയങ്കര വഴക്കായിരിക്കും. മമ്മി കരയുന്നും ഉണ്ടാവും. പപ്പ എന്തിനാ വഴക്ക് പറഞ്ഞേ? എനിക്കറിയില്ല, ചിലപ്പോ ഞാൻ ഗുഡ് ബോയ് അല്ലാത്തോണ്ടായിരിക്കും. ഇങ്ങോട്ട് വന്ന്. നീരജ് മോൻ ഗുഡ് ബോയ് അല്ലെന്ന് ആരാ പറഞ്ഞു? ഗുഡ് ബോയ് ആണ്. ആണോ? വേണമെങ്കിൽ ലക്കി ചേച്ചിയോട് ചോദിച്ചു. എന്റെ നീരജൂട്ട നല്ല ഗുഡ് ബോയാ. പക്ഷെ പപ്പയ്ക്കും മമ്മിക്കും എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്റെ കൂടെ കളിക്കാനും വരൂല, എന്നെ പാർക്കിലും കൊണ്ടുപോവില്ല. അവർക്ക് തിരക്കാതുകൊണ്ടായിരിക്കില്ലേ, അല്ലാതെ സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നല്ല. ഇങ്ങോട്ട് വന്ന്. ഇത് ഇങ്ങോട്ടേക്കാണ് മാറിയിരിക്കണം.
ഇവിടെ ഗെയിം സോണിൽ ലേറ്റസ്റ്റ് ഗെയിംസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ? വാ, വാ. വേഗം വാ. Left, left. ശരിക്ക്. താങ്ക് യു. Thanks to you. അയ്യോ, ആ, അങ്ങോട്ട് സൂക്ഷിച്ച്. ബേബി ചേച്ചി വന്നിട്ടുണ്ടോ തോന്നുന്നു. ഏയ് എന്നിട്ട് അത് തനക്കൊന്നും കേൾക്കുന്നില്ല. ബേബി ചേച്ചി പഴയതുപോലെ ഒന്നും അല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. ആ പഴയ ചീത്തവിടെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പാടായിരുന്നു. മോനെ DIG കുറച്ച് നേരമായില്ലേ കിടന്ന് കരയുന്നേ? എഴുന്നേക്ക്, ദായി വെള്ളം കുടിക്ക്. കരിക്ക് വെള്ളമാണോ? അല്ല, ഗ്ലൂക്കോസ് ഇറക്കിയതാ. ക്ഷീണം മാറട്ടെ. എന്താ സംഭവം? ഗ്ലൂക്കോസ് കലക്കിയതാ. DIG മോന് വല്ലാത്ത ക്ഷീണം. ഇനി ഇവനെന്താ പ്രസവിക്കാൻ കിടക്കുന്ന? എടാ എനിക്കടാ. ഇങ്ങനെയൊന്നും പറയല്ലേ, ഒരു മരണം നടന്നല്ലേ? എന്ത്? അത് DIG മോന്റെ കൂട്ടുകാരൻ രാവിലെ മരിച്ചു പോയില്ലയോ? എന്തു മോനെ അവന്റെ പേര്? ആ, ടിപ്പു അല്ലേ? ചേച്ചി ഇത് കണ്ട, ഇതൊന്ന് കേടായി. ഇതാണോ പറഞ്ഞ ടിപ്പു? ഞാൻ നോക്കിയിട്ട് നന്നാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചേച്ചി ഇത് കണ്ട, പൂവും ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ചേക്കണം. അവന് രാവിലെ മുതൽ തുടങ്ങിയ നട്ടഭ്രാന്താണ്. ചേച്ചി വേണ്ട. നിന്റെ കയ്യിൽ നിന്ന് വീട് സമ്മാനം ഞാൻ ഇന്നലെ തൊല്ലയാൻ കൊല്ലും. നീ കയ്യിൽ നിന്ന് വിട്ടേ, ഞാൻ രാവിലെ അവനോട് ചോദിച്ചു. അപ്പൊ അവൻ ടിപ്പു. പ്ലീസ്, അവന് കുറച്ച് സെന്റിമെന്റ്സ് ഉള്ള സാധനം ചേച്ചി നടക്കും പ്ലീസ്. അതുകൊണ്ട് അവന് വാതൊന്ന് പറഞ്ഞു. ഞാൻ ആ പാട്ടെടുത്ത് വല്ല ആൾക്കാരെ കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാ നിങ്ങള് വിവരം അറിഞ്ഞാ അമ്മച്ചി. നീ വിവരം അറിയുന്ന കാണാ. ബേബി ചേച്ചി അപ്പുറത്തേക്ക് പോയേ. ഉച്ചക്ക് എന്തെങ്കിലും ഉണ്ടാകാൻ നോക്ക്. അവന്റെ ടിപ്പു ഒരു ടൈപ്പ് റൈറ്റർ കേടായി പോയി. അത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതുപോലെ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്ക്. അല്ല പിന്നെ എടാ സാമേ പോയി എടുത്തിട്ടോടാ. മ്യൂസിയം കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരുമാതിരി എടാ ഒരു സാധനം ചീത്താണെങ്കിൽ ഒന്നെങ്കിൽ നന്നാക്കണം, അല്ലെങ്കിൽ മാറ്റി മേടിക്കണം. അല്ലാതെ ഒരുമാതിരി രമണം കളിക്കരുത്. ഈ ബോംബെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. എന്താ ടിപ്പു 2.0. അതുപോലെ സോളോ പ്രിപ്പറേറ്റർ ആവരുത്. ആവശ്യമുള്ളവർക്കൊക്കെ കൊടുത്തേക്കണം ഉപയോഗിക്കാൻ. താങ്ക് യു. കിളി കണ്ടില്ലേ? എടാ ഇങ്ങോട്ട് അയ്യോ നീരു. ആ നീരു. സാമ മാറിക്കോ. നോക്കി നോക്കി പിടിച്ചോ. ഹലോ സർ. നിങ്ങൾ എവിടെയാണ്? സർ ഞങ്ങളുടെ പാർക്കിൽ കളിച്ചോണ്ടിരിക്കാം. ഓക്കെ, അവനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനൊരു ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തുമായിരിക്കും. നിങ്ങളപ്പോഴേക്കും തിരിച്ചെത്തിയാൽ മതി. ഓക്കെ ഓക്കെ സർ. സർ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. സർ നീരജോൻ പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞത്. എന്താ ലക്കി? അത് സാറും ഭാര്യയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. സാർ എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റുമെങ്കിൽ മക്കളെ പരമാവധി അറിയിക്കാതിരിക്കണം. പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ അത് മോശമല്ലേ. മോന് ഒരുപാട് സങ്കടമുണ്ട്. ഈ ചെക്കൻ്റെ കാര്യമുണ്ടല്ലോ. എന്തു പറ്റി സാർ? ഇതൊക്കെ അവൻ്റെ സ്ഥിരം നമ്പറാണ്. ആരെങ്കിലും അവൻ്റെ വഴിക്ക് വന്നില്ലെങ്കിലേ ഇതേപോലെ സ്റ്റോറി പറഞ്ഞ് അവനാളെ കയ്യിലെടുക്കും. അതല്ലാണ്ട് ഞാൻ എൻ്റെ വൈഫ് തമ്മിൽ ഒരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഈ സ്വഭാവം കാരണം റിലേറ്റീവ്സ് പോലും ഞങ്ങളായിട്ട് വഴക്കാം. ലക്കി, ഈ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ സാർ? പറ്റുമെങ്കിൽ ഈ കഥ ഇവൻ ഇനി ആരോടെങ്കിലും പറയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ സാർ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ശരി സാർ. ഓക്കെ. മമ്മി കരയുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കില്ല അങ്കളെ. ആന്നോ കുഞ്ഞെ? നിന്റെ ഡാഡി മമ്മിയും തമ്മിൽ എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? പറയടാ. പറഞ്ഞൊന്നുമില്ല.
കടിക്കണ്ട എന്തുള്ളൂടാ എടാ എടാ നിന്നെ നീ കണ്ണട വെച്ചോ മറിച്ചിടണം നിന്നെ എടാ പൈൽവാൻ ജയിച്ചിട്ടൊന്നും